പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നാം ഒരു അത്ഭുത ദേവാലയത്തിലേക്കാണ് നോക്കുന്നത്. ഒരു അത്ഭുത അൾത്താരയിലാണ് ഈശോ എഴുന്നള്ളിയിരിക്കുന്നത്. ഇന്ത്യയിലെ, കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ വത്തിക്കാൻ്റെ റോമിൻ്റെ നിയന്ത്രണത്തിൽ വന്ന ആദ്യത്തെ പള്ളിയിലെ അൾത്താരയിലാണ് പ്രിയപ്പെട്ട മക്കളെ നാം നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തിരഞ്ഞെടുക്കപ്പെട്ട ദേവാലയമാണ്. ചില വ്യക്തികളെയും ചില സ്ഥലങ്ങളെയും ദൈവം തിരഞ്ഞെടുക്കാറുണ്ട്. കൃപകളും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നമുക്ക് വാരിക്കോരി തരാൻ വേണ്ടിയാ, നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ, നമ്മളെ ആശീർവദിക്കാൻ വേണ്ടിയാ. പ്രിയപ്പെട്ട മക്കളെ, അനുദിന ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് കടന്നു വരുന്നത് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ ശക്തിയാലാണ്. ഇന്ന് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുക. നിങ്ങളുടെ മേലുള്ള കെട്ടുകളും ആഭിചാരങ്ങളും ബന്ധനങ്ങളും തകർച്ചകളും രോഗങ്ങളും യേശുനാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറുകയാണ്. വിശ്വസിക്കുന്നവരോടുകൂടെ അത്ഭുതങ്ങൾ നടക്കും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഒറ്റ വിളിച്ചാൽ മതി, ഈശോയേ എന്ന് വിളിച്ചാൽ മതി. കർത്താവിൻ്റെ അനന്തമായ ശക്തി, അനന്തമായ അഭിഷേകം നിങ്ങളുടെ മേൽ കടന്നു വരും. ഇവിടെ ഈ അൾത്താരയിൽ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ഈശോയെ എല്ലാ ദിവസവും എഴുന്നള്ളിച്ചു വയ്ക്കും. എഴുന്നള്ളിച്ചു വയ്ക്കുമ്പോൾ ആദ്യത്തെ പ്രാർത്ഥന ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. ഈ അൾത്താരയിലേക്ക് നോക്കുന്ന അനുദിനത്തിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇവിടുത്തെ അൾത്താരയിലുള്ള യേശുവിനെ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, നന്ദി പറയുന്ന, വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ അനുഗ്രഹിക്കപ്പെടാൻ, ആശീർവദിക്കപ്പെടാൻ, അവരുടെ മേലുള്ള ബന്ധനങ്ങൾ തകർക്കപ്പെടാൻ, കെട്ടുകളും ആദിവ്യാധികളും തിന്മകളും നാശകരമായ ജീവികളും ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളും തകർക്കപ്പെടുവാനും, നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിൽ നിങ്ങൾക്ക് പ്രത്യാശയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ലഭിക്കാൻ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അനുദിനം ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് പ്രത്യേകം കർത്താവ് ഒരു അഭിഷേകം തരുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ പ്രായമായി രോഗബാധിതരായി ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായിട്ട് കിടക്കുന്ന നമ്മുടെ കാരണന്മാർക്ക് വേണ്ടിയാ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാ. ഉറക്കം കിട്ടാതെ, ഉറക്കത്തിലെ ഞെട്ടലുകൾ, ദുസ്വപ്നങ്ങൾ, പിച്ചുമ്പയും പറച്ചില്, ഒരു പീഡ അവരിലേക്ക് വരിക. ഒരുപക്ഷെ ഈ പീഡ അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് വിശുദ്ധന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതുമൂലം പല കുടുംബങ്ങളും വല്ലാതെ വിഷമിക്കുക. ഒന്ന്, അവരെ നോക്കാൻ ആളെ കിട്ടുന്നില്ല. രാത്രി ഉറങ്ങാതിരിക്കുകയും പിച്ചുമ്പയും പറയുകയും ബഹളമുണ്ടാക്കുകയും അവരെ അസാധാരണമായിട്ട് പെരുമാറുകയും ചെയ്യുന്നു. പിശാച് ബാധിതരെ പോലുള്ള പെരുമാറ്റങ്ങളും ചിലരുടെ മേലുണ്ടാകുന്നു. ഇത് കുടുംബങ്ങളുടെ സ്വസ്ഥത കെടുത്തുകയാണ്. എത്രമാത്രം സ്നേഹം തങ്ങളുടെ കാരണന്മാരോട് ഉണ്ടെങ്കിൽ പോലും പലരും പതറിപ്പോകാറുണ്ട്. അവരെ നോക്കാൻ പറ്റാതെ വരുന്നവരുണ്ട്. അവരെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ പോലും പലരും ഇട്ടേച്ചു പോകുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, ഒരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രായമായി മുന്നോട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴും അവരുടെ ശാരീരികമായ അസ്വസ്ഥതകളും ബലഹീനതകളും ആന്തരിക മുറിവുകളും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകളും അവർ നേരിടുന്ന പീഡകളും അവരുടെ സോഡിയം മാറ്റത്തിൽ വരുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകളും പിച്ചുമ്പയും പറച്ചിലും അവരോട് കരുണയോടുകൂടി പെരുമാറാൻ പറ്റാത്ത വിധത്തിലുള്ള പൈശാചികമായ പീഡകളും യേശുവേ ഇന്ന് പൂർണ്ണമായ വിടുതൽ കൊടുക്കണമേ. യേശുവിൻ്റെ ആത്മാവ്
യേശുവിൻ്റെ ശക്തി, സകല മാലാഖമാര്, സകല വിശുദ്ധര്, അങ്ങനെ വേദനകളും പീഡനങ്ങളും ഒറ്റപ്പെടലുകളും അനുഭവിക്കുന്ന നമ്മുടെ കാർന്നന്മാരിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ വേദനകളിലും അവരുടെ അസ്വസ്ഥതകളിലും അവരുടെ ഒറ്റപ്പെടലുകളിലും അവർക്ക് സാന്ത്വനവും ശക്തിയും പ്രതീക്ഷയും സമാധാനവും ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ലഭിക്കട്ടെ. അതുപോലെ തന്നെ ചെറുപ്പക്കാരായ വ്യക്തികള് പെട്ടെന്ന് വീണ് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് തളർന്ന്, നട്ടെല്ല് തളർന്ന്, കാല് തളർന്ന് ജോലിക്ക് പോകാൻ പറ്റാതെ അങ്ങനെ വീടുകളിലുള്ള അനേകം പേരുണ്ട്. ഒന്ന് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം ചിലർ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുകയാണ്. ഞങ്ങളെ കൊണ്ടിപ്പോൾ ഒന്നിനും കൊള്ളില്ലല്ലോ, ആർക്കും ഞങ്ങളെ വേണ്ടല്ലോ, അങ്ങനെയുള്ള ചിന്തകളും സാഹചര്യങ്ങളും ഉള്ള അനവധി വ്യക്തികളുണ്ട്. വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്. ജീവിത പങ്കാളികളിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവരും, റൂമിനുള്ളിൽ തളക്കപ്പെട്ടു പോയവരും, കട്ടിലിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്നവരായ എല്ലാ വ്യക്തികളെയും ഇന്ന് അവരുടെ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇവരുടെ തളർവാദത്തെ, ഇവരുടെ തളർച്ചകളെ, ക്ഷീണത്തെ, സ്ട്രോക്കിനെ, തളർന്ന ഞരമ്പുകളെ, തളർന്ന തലച്ചോറുകളെ അവിടത്തേക്ക് ശക്തിപ്പെടുത്തുവാൻ സാധിക്കും. എത്രയോ ധ്യാനങ്ങളിൽ, എത്രയോ അഭിഷേക പ്രാർത്ഥനകളിൽ രോഗബാധിതമായ ആന്തരിക അവയവങ്ങളെ എടുത്തു മാറ്റി പുതിയ അവയവങ്ങൾ കൊടുത്ത് എത്രയോ നന്ദികൾ ഞങ്ങളുടെ ധ്യാനങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എത്രയോ കിടപ്പ് രോഗികൾ എഴുന്നേറ്റിട്ടുണ്ട്. എത്രയോ ക്യാൻസർ ബാധിതര് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. കർത്താവേ, ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിനക്ക് മനസ്സുണ്ട്, ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് അവിടുന്ന് പറയട്ടെ. ഹല്ലേലൂയ. യേശുവേ, സാമ്പത്തിക മേഖലകൾ തളർന്ന്, കുടുംബ ബന്ധങ്ങൾ തളർന്ന്, കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ തളർന്ന്, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് വിഷമിക്കുന്ന, മദ്യപാനം മൂലം, ലഹരി മൂലം, മാനസിക രോഗം മൂലം വിഷമിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കടന്നു വരട്ടെ. ജോലി തടസ്സങ്ങളും ബന്ധനങ്ങളും കല്യാണ തടസ്സങ്ങളും നിരാശകളും അകാരണ ഭയങ്ങളും വിഷാദങ്ങളും സങ്കടങ്ങളും ഇന്നേ ദിനം യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 17 മുതലുള്ള വചനമാണ്. യേശു ചോദിച്ചു, 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ഭാഗത്തിന് അവസാന ഭാഗമാണ്. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്ക് തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ 10ാമത്തെ കുഷ്ഠരോഗി, ആ വിജാതീയനായ കുഷ്ഠരോഗി എന്നേക്കുമായിട്ടുള്ള പൂർണ്ണ സൗഖ്യമാണ് കിട്ടിയത്. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ആ നിമിഷത്തിലുള്ള സൗഖ്യം കൊടുത്തുവെങ്കിൽ ഈ വിശ്വാസം കൊണ്ട് ഈ കുഷ്ഠരോഗിയുടെ എല്ലാ മേഖലകളിലും അത്ഭുതകരമായ ഡെലിവറൻസും രോഗശാന്തിയും വിശ്വാസവും ആ വ്യക്തിക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തോടെ, എളിമയോടെ, തുറവിയോടെ നമുക്കും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, സാധിക്കുന്നവര് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിനെ നോക്കി പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ നന്ദി, യേശുവേ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓ ജെസു സാൽവത്തോറെ, Signore mio, Dio mio, mio Dio e mio tutto, che con il sacrificio della croce
tu ci hai redenti, tu ci hai sconfitto il potere di Satana. Ti prego di liberare questo popolo da ogni presenza malefica, da ogni influenza del maligno. കർത്താവായ യേശുവിന്റെ നാമത്താൽ, കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ തിരുമുറിവുകളുടെ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും തിന്മയുടെ അരൂപികളും തടസ്സങ്ങളും ബന്ധനങ്ങളും ആകുലതകളും അശുദ്ധ ബന്ധനങ്ങളും കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ നിർവീര്യമായി പോകട്ടെ. Il sangue l'acque scaturiscono dal tuo costato, scendono su di questo popolo, purifica questo popolo, libera questo popolo, guarisce questo popolo. എല്ലാവരും സ്തുതിച്ച് മക്കളെ. ഹല്ലേലൂയ. കെട്ടുകളൊക്കെ പൊട്ടട്ടെ, ബാധകളൊക്കെ ഒഴിയട്ടെ. സ്തുതിച്ച് 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 എല്ലാ ബന്ധനങ്ങള്, ആദിവ്യാധികള്, നരക പിശാചുക്കള്, സാത്താനും അവന്റെ ചങ്ങലകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി വിട്ടുമാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം ഈ ദേവാലയത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. രാവിലെ 6:45 കുർബാനയും അന്തരിച്ചാണ്ട് നൊവേന തുറന്ന് ഈശോനെ എഴുന്നള്ളിച്ചു വെച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥന, 10 മണിക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെറിയൊരു ശുശ്രൂഷ, കുർബാന, അന്തരിച്ചാണ്ട് നൊവേന, വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥന, വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, തുടർന്ന് 6 മണി മുതൽ 8 മണി വരെ അതിശക്തമായ ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ പ്രാർത്ഥന, തുടർന്ന് നൊവേന, അന്തരിച്ചാണ്ട് തിരുശേഷിപ്പ് വണക്കം, നേർച്ചക്കഞ്ഞി. അതിനുശേഷം ബസ് സ്റ്റാൻഡിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ വ്ളാത്താങ്കര, നെയ്യാറ്റിങ്കര വ്ളാത്താങ്കര കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓഗസ്റ്റ് മാസം 9 മുതൽ 13 വരെയാണ് വ്ളാത്താങ്കര കൺവെൻഷൻ. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ ബ്രദർ സാബു അറുതോട്ടിനോട് ചേർന്നുകൊണ്ട് ചിറ്റാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കോട്ടയം ജില്ലയിൽ ഒരു കൺവെൻഷന് അച്ഛൻ ഒരുക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ, പകൽ കൺവെൻഷനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.